ഹൂസ്റ്റണിലെ മലയാളി സുഹൃത്തുക്കൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഞാൻ ഇവിടെ ഇന്ത്യ അമേരിക്കൻ ഫെസ്റ്റിൻ്റെ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. ഇത് എൻ്റെ 5ാമത്തെ വിസിറ്റാണ് ഹൂസ്റ്റണിലേക്കെന്ന് ഞാൻ കരുതുന്നു. അത്രമാത്രം ഹൂസ്റ്റണുമായും ഹൂസ്റ്റണിലെ ടെക്സാസിലുള്ള മലയാളികളുമായും അടുത്ത ബന്ധം എനിക്കുണ്ട്. എന്നോടൊപ്പം പഠിച്ചവർ, എന്നോടൊപ്പം പ്രവർത്തിച്ചവർ, രാഷ്ട്രീയത്തിൽ വിവിധ മേഖലകളിൽ ഉണ്ടായിരുന്ന ആളുകൾ, അവരെല്ലാം ഇന്ന് ഇവിടെ വന്ന് ജീവിതം കണ്ടെത്തി മുന്നോട്ട് പോകുന്നവരാണ്. അവരെല്ലാം കാണാൻ കഴിയുന്നത് ഒരു സൗഭാഗ്യമാണ്. പഴയ കാര്യങ്ങൾ അയവിറക്കാൻ കഴിയുന്നത് ഏറ്റവും ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങളാണ്. ഈ ഹൂസ്റ്റണിലെ വരവുകൾ എപ്പോഴും പ്രത്യേകിച്ചും ടെക്സാസിൽ എപ്പോഴെല്ലാം വരാൻ കഴിയുന്നു അപ്പോഴെല്ലാം പഴയ കൂട്ടുകാരെയും സഹപ്രവർത്തകരെയും ഒരുമിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചവരെയും ഒക്കെ കാണാനുള്ള അവസരം എനിക്കുണ്ടാകുന്നു. ഇത്തവണയും ജെയിംസ് കോഡിൽ നടത്തിയ ഇൻഡോ അമേരിക്കൻ ഫെസ്റ്റിൽ പങ്കെടുക്കാനാണ് വന്നത്. ആകെ 2 ദിവസം മാത്രമേ ഞാനിവിടെ ഉള്ളൂ. ഈ ചെറിയ കാലയളവിൽ തന്നെ എല്ലാവരെയും കാണാൻ കഴിഞ്ഞൊരു സന്തോഷം രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഇന്ന് രാജ്യം കടുത്ത വെല്ലുവിളികളെ നേരിടുന്ന കാലമാണ്. നരേന്ദ്രമോദി ഏകാധിപത്യത്തിൻ്റെ പ്രതിരൂപമായി മാറിക്കൊണ്ട് ജനാധിപത്യത്തെ അടിച്ചമർത്തുന്ന കാഴ്ച ഇന്ത്യയിൽ നമുക്ക് കാണാൻ കഴിയും. ആ ജനാധിപത്യത്തെ വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിലാണ് ശ്രീ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും. നിങ്ങൾ 7 കടലിൽ കടന്ന് ഇവിടെ ജീവിതം കണ്ടെത്താൻ വന്നവരാണെങ്കിൽ നിങ്ങളുടെ പിന്തുണ ഈ കാര്യത്തിൽ ഞാൻ അഭ്യർത്ഥിക്കും. കേരളത്തിലാണെങ്കിൽ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 9 വർഷമായി പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ഭരിക്കുകയാണ്. ഈ ഗവൺമെൻറ് എല്ലാ തലത്തും ജനങ്ങളുടെ പ്രതീക്ഷകളെ തകർത്തുകൊണ്ട് പോകുന്ന ഒരു ഗവൺമെൻറ്റാണ്. തുടർഭരണം വിനാശമാണ് എന്ന് തെളിയിക്കപ്പെട്ടത്. BJP വോട്ട് പിടിച്ച് CPMനെ ജയിപ്പിക്കുന്ന തന്ത്രമാണ് ഇന്ന് കേരളത്തിലുള്ളത്. വാസ്തവത്തിൽ UDFും LDFും തമ്മിൽ വ്യത്യാസം 1%. പക്ഷേ ഇടയ്ക്ക് BJP കടന്നു കയറി വോട്ടുകൾ പിടിച്ചു മാറ്റി CPMനെ സഹായിക്കുന്നത് കൊണ്ടാണ് തുടർഭരണമുണ്ടായത്. അവർ തമ്മിലൊരു അന്തർധാര സജീവമാണ്. ആ അന്തർധാരയാണ് കഴിഞ്ഞ തുടർഭരണം ഉണ്ടാക്കിയത്. കിറ്റ് കൊടുത്തും പെൻഷൻ പിടിച്ചു വെച്ചും തെരഞ്ഞെടുപ്പ് സമയത്ത് അത് വിതരണം ചെയ്തു ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. തീർച്ചയായും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലൂടെ അത് മാറണം. കേരളത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ വിനാശകരമായ ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കണം. അതിനുവേണ്ടി ഹൂസ്റ്റണിലെ സുഹൃത്തുക്കളുടെ പിന്തുണ ഞാൻ തേടുകയാണ്. നിങ്ങളുടെ നാട്ടിലുള്ള സഹപ്രവർത്തകരോട്, സുഹൃത്തുക്കളോട് എല്ലാം പറയണം, കേരളം ഈ ദുർഗതിയിൽ നിന്ന് മോചിതമാണ്. വികസനമില്ലായ്മയിൽ നിന്ന് കരകയറണം. അതിനുവേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഹൂസ്റ്റണിലെ സഹപ്രവർത്തകർ വരുന്ന തെരഞ്ഞെടുപ്പിൽ UDFനെ സഹായിക്കാൻ മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ അവസരം നൽകിയതിന് ഈ യൂട്യൂബ് ചാനലിന് നന്ദി പറയുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.